ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഏഞ്ചൽ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്കൊന്ന് പുറത്തോട്ട് ഷോപ്പിങ്ങിനായിട്ട് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, നമുക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങണം. അതിനുവേണ്ടി പുറത്തോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരുക്കവും കാര്യങ്ങളും ഒന്നുമില്ല. ഉച്ച സമയത്താണ് പോകുന്നത്, അതുകൊണ്ട് നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുന്നുണ്ട്. മാമാഅർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. പിന്നെ പോൺസിൻ്റെ ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം കേട്ടോ സൺസ്ക്രീൻ ഇടാൻ. എനിക്കിതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇടുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. പിന്നെ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. മാല ഇടാൻ ഞാൻ ശരിക്കും മറന്നു പോയതാട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ഞാൻ ചെയ്യുന്നത് ഹെയർ ആക്സസറീസ്, അത്യാവശ്യം ജ്വല്ലറീസ്, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ സ്റ്റോർ 601 എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. ഇന്ത്യയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ പ്രോഡക്റ്റും എല്ലാം വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ മുടി വെട്ടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആഡംബരമൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. ഉച്ച സമയമായതുകൊണ്ട് കെട്ടി വെക്കാൻ തന്നെയാണ് പ്ലാൻ. അഴിച്ചിട്ട് കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ചൊരു പരുപ്പാവും. അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടേ പോകുന്നുള്ളൂ. വ്ളോഗ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ചിരിക്കാതൊക്കെ ഇരിക്കുന്നത്. അത് കണ്ട് ഇനി ആരും തെറ്റിദ്ധരിക്കരുത്. ചിരിക്കാൻ മറന്നുപോയതല്ല, ഒരു വെപ്രാളും ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത്. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ എനിക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെ ഒരു ചമ്മൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നത്, അന്നേരം എന്തോ പോലെ എന്നെപ്പോലെ സ്വന്തം വീഡിയോസോ അല്ലെങ്കിൽ സ്വന്തം വോയിസോ ഒക്കെ കേൾക്കുമ്പോൾ ഒരു ചമ്മൽ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതേ റെഡിയായി ഇറങ്ങുവാണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. KSRTC ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ദേ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒറ്റ സീറ്റില്ലേ, ഈ ഡ്രൈവറിൻ്റെ അടുത്തുള്ള ആ സീറ്റിലാണ് കേട്ടോ ഞാനിരിക്കുന്നത്. മിക്കവാറും ഞാൻ ആ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ പോകുന്നത്. കരുനാഗപ്പള്ളി ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കുടയും കൂടി എടുക്കാഞ്ഞുകൊണ്ട് നട്ടപ്പൊരി വെയിലത്ത് ആകെ കുഴഞ്ഞു പോയി, വിയർത്തൊലിച്ചൊരു പരുവായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കടകളിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറൊന്നും കണ്ടല്ല വീഡിയോ എടുക്കാൻ എനിക്കൊരു ചമ്മൽ. അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കഴിഞ്ഞ തവണ ഞാനൊരു ഷോട്ട് ഇട്ടില്ലേ, ആ കടയിൽ തന്നെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ പ്രിൻ്റ് എടുക്കാൻ കടയിൽ കയറിയായിരുന്നു. പിന്നെ വേറെ ഒരു കടയിൽ കയറണമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറച്ച് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ആൽബം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെ കുറച്ചധികം വാങ്ങിച്ച് സാധനം എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. രാത്രി ഇരുന്നായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞുള്ള ദിവസം രാവിലെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ മിനി ആൽബം. നമ്മുടെ എല്ലാം ഫോൺ ഗാലറിയിൽ ഇതുപോലെ മെമ്മറബിളായിട്ടുള്ള ഒത്തിരി ഫോട്ടോസൊക്കെ കാണുമായിരിക്കും അല്ലേ. അതൊക്കെ ഇതുപോലെ ആൽബം ആക്കി വെക്കാൻ ആഗ്രഹമുള്ളവർ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് കുറച്ച് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മാല കണ്ടോ, ഇത് ഞാൻ ഇന്നലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പം തന്നെ നല്ല ഓർഡേഴ്സ് കിട്ടിയ ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.